CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരമായി കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ താരമായ ഫെഡോർ സെർണിച്ച് ഇതുവരെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. താരം ഇന്ത്യയിലേക്ക് എത്താൻ വൈകുന്നതിനെ കുറിച്ചും താരം വരാൻ ചാൻസ് ഉള്ള ഒരു ഡേറ്റും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഏഷ്യാനെറ്റുമായുള്ള ആശാന്റെ അഭിമുഖത്തിലാണ് ആശാൻ ഈ ഒരു പുതിയ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ വൈകുന്നതിനെ കുറിച്ചുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആശാന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ലൂണക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ താരമായ ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം ഇന്ത്യയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് വിസ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഇക്കാരണം കൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടൊപ്പം ചേരാനും വൈകുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ ഈ ഒരു പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം ഇന്ത്യയിലേക്ക് എത്തും. കൂടാതെ ഇനി ഞങ്ങൾക്ക് മുന്നിൽ വരാനിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളെ എല്ലാം തന്നെ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നോക്കി കാണുന്നതും. ഏതായാലും ആശാന്റെ ഈ വാക്കുകളിൽ നിന്നും ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തുടങ്ങുന്ന ISLന്റെ രണ്ടാം പാദ മത്സരത്തിന് മുമ്പായി തന്നെ താരം ഇന്ത്യയിലേക്ക് എത്തും. ഏതായാലും വെറും 2 മാസത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ച ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയെ കുറിച്ചാണ്. നിലവിലിപ്പോൾ ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സാധ്യതകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അവസാന മത്സരത്തിലെ സിറിയയോട് ഏറ്റ തോൽവിയോടെയാണ് ഇന്ത്യയുടെ ഈ ഒരു പ്രതീക്ഷയെല്ലാം പോയത്. പക്ഷേ ഇതൊന്നും കൂടാതെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ ക്യാമ്പിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതക്ക് നിലവിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പരിക്കിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസത്തെ സ്ക്വാഡിൽ താരത്തെ കാണാൻ സാധിക്കാതിരുന്നതുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കലിംഗ സൂപ്പർ കപ്പ് മത്സരത്തിൽ പരിക്ക് പറ്റി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രക്ക് പകരം ഇഷാൻ പണ്ഡിതക്ക് വളരെയേറെ ചാൻസുകൾ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയത്താണ് ഇഷാൻ പണ്ഡിതക്കും പരിക്ക് പറ്റിയിരിക്കുന്നത്. ഏതായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശ നൽകുന്ന ഒന്നാണ്. ഏതായാലും ഇതുവരെ നടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ഇഷാൻ പണ്ഡിതക്ക് വലിയ റോളുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഈ ഒരു സമയത്താണ് താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇഷാനെ കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലുള്ള ഒരുപാട് താരങ്ങളും നിലവിൽ പരിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.